എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ദാമോദരൻ അടിയന്തരാവസ്ഥ കാലത്തെ നീറുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. കാര്യാലയത്തിന്റെ ഞങ്ങൾ കിടന്നിറങ്ങുന്ന മുറിയിൽ ഒരു സംഘം പോലീസുകാർ, ബൂട്ടിട്ട പോലീസുകാർ കടന്നു കയറുകയും ഞങ്ങളെയൊക്കെ ഉറക്കത്തിൽ നിന്നും ഉണരാൻ പോലും അനുവദിക്കാതെ ഞങ്ങളുടെ കണ്ണും കൈയുമൊക്കെ കെട്ടി ഞങ്ങളെ ബന്ധിതരാക്കിയിട്ട് വലിച്ചിഴച്ച് താഴെ കൊണ്ടുപോവുകയായിരുന്നു. പോലീസ് വാനിൽ കയറ്റി മണിക്കൂറുകളോളം ഞങ്ങളെ റോഡിൽ കൂടി ഇങ്ങനെ ഓടിച്ച് കൊണ്ടുപോയി. ഇടയ്ക്ക് ഞങ്ങളൊരു സ്ഥലത്തെത്തിയ സമയത്ത് വലിയ നിലവിളി കേൾക്കാനിടയായി. കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദീനരോധനം കേൾക്കാനിടയായി. പിന്നീടത് മനസ്സിലായത് അന്നത്തെ ജനസംഘത്തിന്റെ സംസ്ഥാന ട്രഷറായിരുന്ന യു ദത്താത്രേയ റാവുവിനെ അന്നത്തെ കോഴിക്കോട് പോലീസ് സൂപ്രണ്ടായിരുന്ന ശ്രീ ലക്ഷ്മണയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. അദ്ദേഹം ആ വേദന കൊണ്ട് നിലവിളിക്കുന്ന ശബ്ദമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങളെ പോലീസ് വണ്ടിയിൽ കയറ്റി നേരം വെളുക്കാൻ ആവുന്നത് വരെ നഗരത്തിൽ കൂടി കറങ്ങി ഒടുവിൽ ഞങ്ങളെ ഒരു സ്ഥലത്ത് ഒരു മുറിയിൽ കൊണ്ടടക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ഞങ്ങളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത ഒരു പിന്നീട് കോഴിക്കോട് ജില്ലയിലെ പോലീസ് കോൺസെൻട്രേഷൻ ക്യാമ്പായി അറിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ റൂം എന്ന് മനസ്സിലാവുന്നത്.